വരികയാണ്. വീണ്ടും 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 അയോധ്യാപതി രാമൻ തിരുവമ്പാടി വീണ്ടും ശ്രീരാമനെ വിളിച്ചിരിക്കുകയാണ്. രാമ രാമ എന്ന വിളികൾ അലയടിക്കുകയാണ്. തിരുവമ്പാടിയിൽ പരമേശ്വരന് മുന്നിൽ, വടക്കുന്നാഥന് മുന്നിൽ രാമൻ ഉജ്ജ്വല രൂപിയായി വിളങ്ങുന്നു. രാമ രാമ എന്ന വിളികൾ നേരത്തെ വന്നത് നെയ്തലക്കാവമ്മ കടന്നു വന്നപ്പോഴാണെങ്കിൽ ഇത്തവണ ശ്രീരാമ എന്ന വിളികളാണ്. അയോധ്യാ ക്ഷേത്രത്തിന് മുന്നിൽ ജ്വലിച്ചു നിൽക്കുന്ന രാമരൂപം, ബാണസമേതനായി നിൽക്കുന്ന അയോധ്യ ക്ഷേത്രത്തിന്റെ രൂപമാണ് ഇത്തവണ അവർ കൊണ്ടുവന്നിട്ടുള്ളത്. രാംലല്ലയെ നേരത്തെ കാണിച്ചു. ആ രാംലല്ല ഇരിക്കുന്ന അയോധ്യയുടെ രൂപമാണ്. ആ രാംലല്ലയിലേക്ക് കൃത്യമായി കടന്നെത്തുന്ന സൂര്യരശ്മിയുടെ ചിത്രം പോലും അതിലേക്ക് ആ വിഗ്രഹത്തിൽ പതിച്ച സൂര്യരശ്മിയുടെ ആ കാര്യമായിരിക്കണം ഈ കുടയ്ക്ക് പിന്നിലുള്ള പ്രചോദനമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. രാമനവമി ദിനത്തിലാണ് തിരുനെറ്റിയിൽ പ്രകാശമേറ്റത്. മറുപടി വീണ്ടും രാമൻ തന്നെ നിറഞ്ഞു നിൽക്കുന്നു. ഇത് കോദണ്ഡരാമൻ, ഇത് തിരുവമ്പാടി രാമൻ രാമചരിതമാണ് പൂരനഗരിയിൽ ഉദയം കൊള്ളുന്നത്. പല രൂപങ്ങളിൽ രാമനിതാ നിറഞ്ഞു നിൽക്കുന്നു. നടുക്കഥ രാമൻ തിളങ്ങി നിൽക്കുന്നു. തിരുവമ്പാടിയിൽ രാമൻ തിളങ്ങുമ്പോൾ നടുക്ക് പരമേശ്വരൻ നടരാജരൂപമാണ്. നടരാജരൂപം തിളങ്ങുമ്പോൾ ഇരുഭാഗങ്ങളിലും രാമനിത യുദ്ധത്തിന് തയ്യാറായി പോരാളിയായി നിൽക്കുന്ന രാമൻ. നടുക്ക് നടരാജൻ ഇങ്ങനെ നടരാജരൂപത്തിൽ പരമശിവൻ വിളങ്ങുമ്പോൾ മറുഭാഗത്ത് ബാണമെയ്യാൻ ഒരുങ്ങി നിൽക്കുന്ന രാമനെയാണ് നമ്മൾ കണ്ടതെങ്കിൽ രാമചരിതമാണ് ഈ പൂരനഗരിയിലെ ഏറ്റവും വലിയ കാഴ്ചയായി ഇത്തവണ ഉയരുന്നത്. അയോധ്യയിലെ ക്ഷേത്രം, അയോധ്യയിലെ ബാലരാമൻ, പോരാളിയായ രാമൻ, അങ്ങനെ രാമന്റെ വിവിധ രൂപങ്ങൾ പാറമേക്കാവും തിരുവമ്പാടിയും മത്സരിച്ച് ഗജകേസരി